ഗുരുവായൂർ ദേവസ്വത്തിന്റെ 16ാമത് ചെയർമാനായി പാലക്കാട് പെരിങ്ങോട്ടുകുരിശി സ്വദേശിയും മുൻ എംഎൽഎയുമായ എ.വി. ഗോപിനാഥ് ചുമതലയേറ്റു. ഡോക്ടർ വി.കെ. വിജയൻ, വി.ജി. രവീന്ദ്രൻ എന്നിവർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നുണ്ടായ ഒഴിവിൽ എ.വി. ഗോപിനാഥ്, എം.യു. ഷിനിജ എന്നിവരെ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായി സർക്കാർ ഇന്നലെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. അധ്യക്ഷനായ ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർ എം.ജി. രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ദേവസ്വം ഭരണസമിതി യോഗം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചേർന്നു. ദേവസ്വം ചെയർമാനായി എ.വി. ഗോപിനാഥിന്റെ പേര് ഭരണസമിതി അംഗം സി. മനോജ് നിർദ്ദേശിച്ചു. ഭരണസമിതി അംഗമായ കെ.എസ്. ബാലഗോപാൽ പിന്താങ്ങി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി. മനോജ്, കെ.പി. വിശ്വനാഥൻ, മനോജ് ബി. നായർ, ശ്രീമതി എം.യു. ഷിനിജ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ എന്നിവർ സന്നിഹിതരായി. ഗുരുവായൂർ എം.എൽ.എ. എൻ.കെ. അക്ബർ, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർമാൻ ജ്യോതിരാജ് എന്നിവർ സംബന്ധിച്ചു. എ.വി. ഗോപിനാഥ് ആലത്തൂർ മുൻ എം.എൽ.എയാണ്. 2 പതിറ്റാണ്ടോളം പെരിങ്ങാട്ടുകുരിശി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പുതിയ ദേവസ്വം ഭരണസമിതി അംഗമായി ചുമതലയേറ്റ എം.യു. ഷിനിജ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശിയാണ്. ദേവസ്വം ഭരണസമിതിയിലെ ആദ്യ വനിതാ അംഗമാണ്. എം.എ. ബി.എഡ് ബിരുദധാരിയായ ഷിനിജ ചാപ്പാറ ഓറ എഡിഫൈ സ്കൂളിൽ അധ്യാപികയായിരുന്നു. 2020-23 കാലയളവിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സണായിരുന്നു.